ഇന്നത്തെ ചിന്ത യഥാർത്ഥത്തിൽ ഈ ഒരു പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ടോ, അതോ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമാണോ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ നമ്മൾ ചുറ്റും ഒരു പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രപഞ്ചം നിലനിൽക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ സ്പേസ് ചുറ്റുമുള്ള ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന നമ്മളെ സ്പേസ് എടുക്കുകയാണെങ്കിൽ ഈ സ്പേസിൻ്റെ അത് എത്രയാണ് ഈ യൂണിവേഴ്സിൻ്റെ വലിപ്പം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? യൂണിവേഴ്സിൻ്റെ വലിപ്പം എത്രയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ യൂണിവേഴ്സിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പമാണ്. നമുക്ക് എത്രത്തോളം സങ്കല്പിക്കാൻ പറ്റുന്നു അത്രയും നമുക്ക് അറിയാൻ കഴിയുന്നു, അത്രയും വലിയ വലിപ്പമാണ് ഈ യൂണിവേഴ്സിനുള്ളത്. നമ്മളെ അറിയുന്നതിന് ഒരു സമയമാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇതാണ് അതിര്, ഇതാണ് അതിരെന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിൻ്റെ അതിരിലേക്ക് ഇങ്ങനെ പോയി പിന്നെയും സങ്കല്പിച്ച് അവിടെ ഒരു ഗാലക്സി ഉണ്ട്, ഇവിടെ ഒരു ഗാലക്സി, അവിടെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഗാലക്സി, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു യൂണിവേഴ്സ്, സങ്കല്പിച്ച് മൊത്തത്തിലൊരു യൂണിവേഴ്സിനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇൻഫിനിറ്റീവ് നമുക്ക് ഒറ്റയടിക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു സാധനം. അപ്പോൾ നമ്മളിങ്ങനെ സങ്കല്പിക്കുന്നു, ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത് നമ്മുടെ ഭാവനക്കനുസരിച്ച് നമ്മളിങ്ങനെ സങ്കല്പിക്കുക. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചോളം യൂണിവേഴ്സിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു വലിപ്പം ഉണ്ടായേ പറ്റുള്ളൂ. അതേസമയം നമുക്ക് എത്ര വേണമെങ്കിൽ സങ്കല്പിക്കാം, അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്കതിനെ അറിയാം. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചോളം യൂണിവേഴ്സ് എപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഒരു വലിപ്പമേ ഉള്ളൂ. കാരണം ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ സങ്കല്പിച്ച് പോവുക. അതേപോലെ തന്നെയാണ് നമ്മളെ ജീവിതവും. നമ്മൾ ഒരു ഉദാഹരണം എടുത്താൽ ഒരു ചെടി അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് ഇന്ന് കാണുന്ന പോലെ അല്ലല്ലോ നമ്മൾ നാളെ കാണുന്നത്. അത് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു ഭാവം നമ്മളെ പെയിൻറ്റിങ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അല്ലെ ചെടി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അത് മാറുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു സങ്കല്പത്തിനനുസരിച്ച് അതിൻ്റെ സൗന്ദര്യം, അല്ലെ അതിൻ്റെ ഭാവം എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, അത് നമ്മുടെ ഒരു സങ്കല്പമാണ് നമ്മുടെ ജീവിതം. എത്രത്തോളം നമ്മൾ സങ്കല്പിക്കാൻ കഴിയുന്നു അത്രത്തോളം ജീവിതം മനോഹരമാവും. ഇപ്പം വസ്തുക്കൾ നമ്മൾ മാത്രമല്ല ഒരു അനുഭവം നിലനിൽക്കുന്നത്. നമ്മുടെ സങ്കല്പിച്ച് അതിൻ്റെ ആ ഒരു വസ്തുക്കളുടെ പിന്നെ ഒരു അതിരൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. പക്ഷേ ഈ പ്രപഞ്ചത്തിന് ഒരു അതിരില്ല. നമ്മളിങ്ങനെ സങ്കല്പിച്ച് വസ്തുക്കളെ സൗന്ദര്യമായാലും അതിനൊരു അതിരുണ്ടാകാം, ഉറപ്പില്ല. പക്ഷേ യൂണിവേഴ്സ് ഇങ്ങനെ വലുതായി നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച്, അതേപോലെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന, അതൊന്നും നമ്മളെ സങ്കല്പിക്കാൻ പറ്റില്ല. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത്
എങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. പക്ഷെ അത് ഒരു പൂർണ്ണത തേടി ഇങ്ങനെ പോവുകയാണ്. അതാണ് യൂണിവേഴ്സ് നമ്മുടെ ഒരു സങ്കല്പത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്.